എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 16, ശ്ലോകം 14 മുതൽ 25 വരെ 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ വിഭൂതികളെ പറ്റി വിസ്തരിച്ചു പറയുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ബ്രഹ്മർഷീണാം ഭൃഗുരഹം രാജർഷീണാമഹം മനു ദേവർഷീണാം നാരദോഹം ഹവിർധാന്യസ്മി ധേനുഷു. ബ്രഹ്മർഷികളിൽ ഭൃഗുവും രാജർഷികളിൽ മനുവും ദേവർഷികളിൽ നാരദനും ധേനുക്കളിൽ കാമധേനുവും ഞാനാകുന്നു. സിദ്ധേശ്വരാണാം കപില സുപർണോഹം പദത്രിണാം പ്രജാപതീനാം ദക്ഷോഹം പിതൃണാമകം അര്യമാ. സിദ്ധന്മാരിൽ കപിലനും പക്ഷികളിൽ ഗരുഡനും പ്രജാപതികളിൽ ദക്ഷനും പിതൃക്കളിൽ അര്യമാവും ഞാനാകുന്നു. മാം വിദ്യുദ്ധവ ദൈത്യാനാം പ്രഹ്ലാദമസുരേശ്വരം സോമം നക്ഷത്രൗഷധീനാം ധനേശം യക്ഷരക്ഷസാം. ഹേ ഉദ്ധവ, അസുരന്മാരുടെ കൂട്ടത്തിൽ വെച്ച് അവരുടെ ഈശ്വരനായ പ്രഹ്ലാദൻ ഞാനാകുന്നു എന്നറിയുക. നക്ഷത്രങ്ങളുടെയും ഔഷധികളുടെയും പ്രഭുവായ ചന്ദ്രൻ ഞാനാകുന്നു. യക്ഷന്മാരുടെയും രക്ഷസ്സുകളുടെയും അധിപതിയായ കുബേരനും ഞാനാകുന്നു. ഐരാവതം ഗജേന്ദ്രാണാം യാദസാമോ വരുണം പ്രഭും തപതാം ദ്യുമതാം സൂര്യം മനുഷ്യാണാം ച ഭൂപതിം. ആനകളിൽ വെച്ച് ഐരാവതം ഞാനാകുന്നു. ജലജന്തുക്കളുടെ പ്രഭുവായ വരുണൻ ഞാനാകുന്നു. തപിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതുമായ കിരണങ്ങളുള്ള സകലതിലും വെച്ച് ഞാൻ സൂര്യനാകുന്നു. മനുഷ്യരിൽ രാജാവ് ഞാനാകുന്നു എന്നറിയുക. ഉച്ചൈശ്രവാതുരംഗാണാം ധാതൂനാമസ്മി കാഞ്ചനം യമഃ സംയമതാം ചാഹം സർപ്പാണാമസ്മി വാസുകി. കുതിരകളിൽ വെച്ച് ഉച്ചൈശ്രവസ് എന്ന കുതിര ഞാനാകുന്നു. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളിൽ വെച്ച് സ്വർണം ഞാനാകുന്നു. അടക്കി അമർത്തുന്നവരിൽ വെച്ച് യമൻ ഞാനാകുന്നു. സർപ്പങ്ങളിൽ വെച്ച് വാസുകി ഞാനാകുന്നു. നാഗേന്ദ്രാണാം അനന്തോഹം മൃഗേന്ദ്ര ശൃംഗിദംഷ്ട്രിണാം ആശ്രമാണാമഹം തുര്യോ വർണ്ണാനാം പ്രഥമോ നഖ. പാമ്പുകളിൽ വെച്ച് അനന്തൻ ഞാനാകുന്നു. കൊമ്പുകളുള്ളവയുടെയും തേറ്റകളുള്ളവയുടെയും അധിപതിയായ സിംഹം ഞാനാകുന്നു. ആശ്രമങ്ങളിൽ വെച്ച് നാലാമത്തേതായ സന്യാസം ഞാനാകുന്നു. വർണ്ണങ്ങളിൽ വെച്ച് ഒന്നാമത്തേതായ ബ്രാഹ്മണ വർണ്ണം ഞാനാകുന്നു എന്ന് ഹേ പാപരഹിതനായ ഉദ്ധവ നീ അറിഞ്ഞാലും. അന്തശുദ്ധി ഇല്ലാത്തവർക്ക് ഈ വിശ്വാസം ഉറക്കില്ല. തീർത്ഥാനാം സ്രോതസാം ഗംഗ സമുദ്രസരസാമഹം ആയുധാനാം ധനുരഹം ത്രിപുരഘ്നോ ധനുഷ്മതാം. ഒഴുകുന്ന തീർത്ഥങ്ങളിൽ വെച്ച് ഗംഗ ഞാനാകുന്നു. കെട്ടിനിൽക്കുന്ന ജലസ്ഥാനങ്ങളിൽ വെച്ച് സമുദ്രം ഞാനാകുന്നു. ആയുധങ്ങളിൽ വെച്ച് വില്ല് ഞാനാകുന്നു. വില്ലാളികളിൽ വെച്ച് ത്രിപുരന്മാരെ സംഹരിച്ച പരമശിവനും ഞാനാകുന്നു. ധിഷ്ണ്യാനാമപ്യഹം മേരു ഗഹനാനാം ഹിമാലയ വനസ്പതീനാം അശ്വത്ഥ ഓഷധീനാം അഹം യവ. വാസസ്ഥാനങ്ങളിൽ വെച്ച് 3 ലോകത്തിനും വാസസ്ഥാനമായിരിക്കുന്ന മഹാമേരു ഞാനാകുന്നു. കടക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ വെച്ച് ഞാൻ ഹിമാലയമാകുന്നു. മരങ്ങളിൽ വെച്ച് ഞാൻ ആൽമരമാകുന്നു. ഔഷധി വർഗങ്ങളിൽ വെച്ച് യവം എന്ന സസ്യം ഞാനാകുന്നു. പുരോധസാം വസിഷ്ഠോഹം ബ്രഹ്മിഷ്ഠാനാം ബൃഹസ്പതി കന്ധോഹം സർവസേനാന്യാം ഗ്രണ്യാം ഭഗവാനജ. ആചാര്യന്മാരിൽ ഞാൻ വസിഷ്ഠൻ, വേദാർത്ഥത്തെ നന്നായി അറിഞ്ഞവരിൽ ഞാൻ ബൃഹസ്പതി, സേനാപതികളിൽ ഞാൻ സുബ്രഹ്മണ്യൻ, സന്മാർഗത്തെ ലോകത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ ഞാൻ ബ്രഹ്മാവ് എന്നറിഞ്ഞാലും ഉദ്ധവ. യജ്ഞാനാം ബ്രഹ്മയജ്ഞ
സർവജ്ഞോഹം പ്രധാനാം അവിഹിംസനം വായു അഗ്നി അർക്കാംബുവാഗാത്മാ ശുചീനാമപ്യഹം ശുചി. യാഗങ്ങളിൽ വെച്ച് ബ്രഹ്മവിചാരം ചെയ്യുക എന്ന യജ്ഞവും വ്രതങ്ങളിൽ വെച്ച് അന്യജീവികളെ ഉപദ്രവിക്കുകയില്ല എന്ന അഹിംസാവ്രതവും ശുദ്ധി വരുത്തുന്നവയിൽ വായുവും അഗ്നിയും സൂര്യനും ജലവും വാക്കും ഞാനാകുന്നു. യോഗാനാമാത്മസംരോധോ മന്ത്രോസ്മി വിജിഗീഷതാം ആന്വക്ഷികേ കൗശലാനാം വികൽപ ഖ്യാതിവാദിനാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന 8 വിധ യോഗാംഗങ്ങളിൽ വെച്ച് മനസ്സിനെ ഒതുക്കുക എന്ന സമാധി യോഗം ഞാനാകുന്നു. ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആലോചനാമാർഗം ഞാനാകുന്നു. തിരിച്ചറിവിനെ നൽകുന്ന വിദ്യകളിൽ വെച്ച് ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയാൻ ഉപകരിക്കുന്ന ആത്മവിദ്യ ഞാനാകുന്നു. ഖ്യാതിവാദികളുടെ സംശയസ്ഥാനം ഞാനാകുന്നു. അഖ്യാതി, അന്യഥാഖ്യാതി, ശൂന്യഖ്യാതി, അസൽഖ്യാതി, അനിർവചനീയ ഖ്യാതി, ഇങ്ങനെ 5 വിധം വാദികൾക്കാണ് ഖ്യാതിവാദികൾ എന്ന പേര്. സ്ത്രീണാം തു ശതരൂപാഹം പുംസാം സ്വായംഭോ മനു നാരായണോ മുനീനാം ച കുമാരോ ബ്രഹ്മചാരിണാം. സ്ത്രീകളിൽ ഞാൻ ശതരൂപ, പുരുഷന്മാരിൽ ഞാൻ സ്വയംഭൂമനു, മുനികളിൽ ഞാൻ നാരായണമുനി, ബ്രഹ്മചാരികളിൽ ഞാൻ സനൽകുമാരൻ എന്നറിഞ്ഞോളൂ ഉദ്ധവം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.